Very good morning, dear students. Hope you all are fine. So today we are going to see about business entry strategies. Okay, അപ്പോൾ നമ്മുടെ പുതിയ ചാപ്റ്ററിൽ ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസിൽ നമ്മൾ അതിൻ്റെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു കമ്പനി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. Okay, in the last class we have discussed the reasons why the companies do prefer to enter into international markets. Okay, so in today's class what we are going to see is the business entry strategies. So ഏതൊക്കെ ടൈപ്പാണ് അവർ സെലക്ട് ചെയ്യാൻ പോകുന്ന ഓണർഷിപ്പ് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആകെ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളത് 8 points ആണ്. ആൻഡ് ദിസ് മേ ബി ആസ്ക്ഡ് ആസ് ആൻ എസ്സേ ക്വസ്റ്റ്യൻ. അതിലേക്കൊരു സ്കോപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിൽ ബിസിനസ് എൻട്രി സ്ട്രാറ്റജിയിൽ മെയിനായിട്ട് വരുന്നത് ദ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ എക്സ്പോർട്ടിങ്. ഓക്കെ, നമ്മൾ എക്സ്പോർട്ടിങ്ങിലേക്ക് കിടക്കണം. അതായത് ഒരു ഓർഗനൈസേഷൻ ഇസ് നൗ പ്ലാനിങ് ടു എൻറ്റർ ഇൻ ടു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ബൈ ഡൂയിങ് എക്സ്പോർട്ട് ബിസിനസ്. ഓക്കെ, അപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ എക്സ്പോർട്ട് ബിസിനസ്സിലൂടെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. Okay, and second one is about licensing. Third one is about franchising, which is a very common term. And fourth one is wholly owned subsidiary. Fifth one is joint venture. This one is also which is well known. And sixth one is foreign direct investment, FDI. പല മാറി വരുന്ന പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് നമ്മുടെ ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ് FDIന് ചിലപ്പോൾ വഴി തുറന്നു കൊടുക്കാറുണ്ട്, ചിലപ്പോൾ FDI ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പലതരത്തിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെവൻത് വൺ ഇസ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എയ്ത്ത് വൺ ഇസ് അബൌട്ട് സ്ട്രാറ്റജിക് അലയൻസ്. ഓക്കെ, അങ്ങനെ 8 strategies ആണ്, business strategies ആണ് we are going to discuss today. So we'll see when a company will start to produce their goods for the purpose of export എന്നുള്ള കാര്യങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് നമുക്ക് നോക്കാം. At one extreme, company may decide to produce a product domestically and export it to the foreign market. In this case, the company need not make any investment overseas. On the other extreme, the company may establish manufacturing facilities in the foreign country to sell the product there. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇനീഷ്യലി നമുക്ക് വരുന്നത്. ഒന്ന്, ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനി ഡിസൈഡ് ചെയ്യാണ് അവർ അവരുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് ഡൊമസ്റ്റിക് മാർക്കറ്റിലും സെയിൽ ചെയ്യാം, ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സെയിൽ ചെയ്യാം. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഓക്കെ, നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്ന് മാത്രം. അതാണ് ഒരു പോയിന്റ് പറഞ്ഞത്. സെക്കൻഡ് പോയിന്റ് എന്താണ് പറഞ്ഞത്? ഓൺ ദി അതർ എക്സ്ട്രീം, ദി കമ്പനി മേ എസ്റ്റാബ്ലിഷ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇൻ ദ ഫോറിൻ കൺട്രി ടു സെൽ ദ പ്രോഡക്റ്റ് ദെയർ. അപ്പോൾ അവിടെ എന്താ ചെയ്യണത്? അവരുടെ പ്രോഡക്റ്റ് അവിടെ വിൽക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഫോറിൻ കൺട്രീസിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഫോറിൻ കൺട്രീസ് സെലക്ട് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിരുന്നു എങ്ങനെയാണ് ഒരു കൺട്രിയിലേക്ക് എൻട്രി നടത്തേണ്ടത്, എങ്ങനെയാണ് ഏത് കൺട്രിയിലാണ് ബിസിനസ് ചെയ്താൽ നമ്മുടെ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുക, വിച്ച് ഈസ് ദ ബെറ്റർ ഓപ്ഷൻ ഫോർ അവർ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓർക്കണം.
ഓക്കെ. സോ ഈ ചാപ്റ്ററിൽ നമ്മളിപ്പോൾ പറഞ്ഞത് രണ്ട് എക്സ്ട്രീമാണ്. ഒരു എക്സ്ട്രീമിൽ കമ്പനി ഡിസൈഡിങ് ടു മാനുഫാക്ചർ ദി ഗുഡ്സ് ഇൻ ദ ഡൊമസ്റ്റിക് കൺട്രി ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു സെൽ ദി പ്രോഡക്ട്സ് ഇൻ ദി അനദർ കൺട്രി. അത്രേ അവിടെ സംഭവിക്കണുള്ളൂ. മാനുഫാക്ചറിങ് നടക്കുന്നത് മുഴുവൻ ഹോം മാർക്കറ്റിലാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രിയിലാണ് മാനുഫാക്ചറിങ് നടക്കുന്നത്. പക്ഷേ ഡൊമസ്റ്റിക് മാർക്കറ്റിലും സെയിൽ ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. അനദർ എക്സ്ട്രീം എന്ന് പറഞ്ഞത് എന്താണ്? ദ കമ്പനി മേ എസ്റ്റാബ്ലിഷ് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇൻ ദ ഫോറിൻ കൺട്രി. ഫോറിൻ കൺട്രിയിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യങ്ങൾ ഫുൾ സെറ്റപ്പ് തന്നെ ഹോം കൺട്രിയിലുള്ള പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെൽ ദ പ്രോഡക്റ്റ് ദെയർ. അപ്പോൾ അവിടെ തന്നെ ആ രാജ്യത്ത് തന്നെ മാനുഫാക്ചർ ചെയ്യുക, ആ രാജ്യത്ത് തന്നെ സെയിൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന ചോക്ലേറ്റ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്, ഫോറിൻ കൺട്രീസിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ അതിൻ്റെ മാനുഫാക്ചറിങ്ങും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ സെല്ലിങ്ങും നടക്കുന്നുണ്ട്. ഫോറിൻ കൺട്രീസിൽ അതിൻ്റെ മാനുഫാക്ചറിങ് അവിടെയാണ് നടക്കുന്നത്, അവിടെയാണ് സെല്ലിങ്ങും നടക്കുന്നത്. അത് രണ്ട് സ്ഥലത്തു നിന്ന് ചോക്ലേറ്റ് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഈസിലി മനസ്സിലാവാനായിട്ട് പറ്റും. വൈ ഡു പീപ്പിൾ സെറ്റ് ദെയർ ഓർഗനൈസേഷൻ? വൈ ഡു പീപ്പിൾ എസ്റ്റാബ്ലിഷ് ദെയർ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് ഇൻ ഫോറിൻ കൺട്രി? കാരണം ഇതേപോലത്തെ സ്റ്റാൻഡേർഡ് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടി കിട്ടി പോരേണ്ടി വരും. Okay, so you can feel the difference, the foreign KitKat and the Indian KitKat. It's a simple, very simple example which I can give you. Okay, and then so what is happening here is this strategy requires direct foreign investment by the company. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് വരുന്നത് ഇവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. So foreign companies will come and establish their manufacturing units in India to sell their product. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്തെന്ന് പറയാം? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. Okay, in between these two extremes there are several options, each of which demand different levels of foreign investment. അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീമിൻ്റെ ഇടയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് മറ്റ് പല ഡിഫറെൻറ്റ് ലെവൽസും വരുന്നുണ്ട്. വിത്ത് ഓൾ ഇറ്റ്സ് പവർ ഈവൻ എ ലാർജസ്റ്റ് കമ്പനി മേ ഹാവ് ടു ഫോർമുലേറ്റ് ഡിഫറെൻറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ടു ഡിഫറെൻറ്റ് കൺട്രീസ്. ഇപ്പോൾ എല്ലാ രാജ്യത്തിലേക്കും ഒരേ രീതിയിലുള്ള എൻട്രി സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ മാനുഫാക്ചറിങ് യൂണിറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട് എവർ വി ആർ പ്ലാനിങ് ടു എസ്റ്റാബ്ലിഷ് അത് ഡയറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോ കൺട്രീസിനും അതിൻ്റേതായ സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദി കമ്പനി മേ ഓപ്റ്റ് ഫോർ വൺ എൻട്രി സ്ട്രാറ്റജി in one market and another strategy in another market. ഒരു മാർക്കറ്റിലേക്ക് ഒരു എൻട്രി സ്ട്രാറ്റജി മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അനദർ നമ്മുടെ എൻട്രി സ്ട്രാറ്റജി എന്ന് പറയുന്നത് അത് മറ്റൊരു മാർക്കറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് ഒരു എൻട്രി സ്ട്രാറ്റജിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. The following are the main business entry strategies adopted by the companies in international business. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യുന്ന ഇറ്റ് ഈസ് എൻട്രി സ്ട്രാറ്റജീസ് ആണ് ഓരോ കമ്പനീസും. ഇപ്പോൾ ചില കമ്പനീസ് എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, ചില കമ്പനീസ് ലൈസൻസിങ് ചെയ്യുന്നുണ്ട്, ചില കമ്പനീസ് ഫ്രാഞ്ചൈസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രാഞ്ചൈസി കൊടുക്കണം അവർ. അപ്പോൾ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ പേരും ലോഗോ അടക്കം നമുക്ക് തരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ പേരിൽ നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഓരോ കമ്പനിക്കും അവരവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബിസിനസ് എൻട്രി സ്ട്രാറ്റജി ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് which we are going to discuss here about is about exporting. Exporting to a foreign market is a quite common entry strategy many firms follow for at least some of their markets. So normally ഒരുവിധം എല്ലാ കമ്പനീസും സെലക്ട് ചെയ്യുന്ന കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ത്?
എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ കമ്പനി എക്സ്പോർട്ട്സ് എ പ്രോഡക്റ്റ് ഫ്രം ഇറ്റ്സ് ഹോം ബേസ് വിത്തൗട്ട് എനി മാർക്കറ്റിംഗ് ഓർ പ്രൊഡക്ഷൻ ഓർ ഓർഗനൈസേഷൻ ഓവർസീസ്. അതായത് ഹോം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹോം കൺട്രിയിൽ മാത്രമാണ് ഇവരെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും എല്ലാ കാര്യങ്ങളും, ഒരൊറ്റ കാര്യം പോലും നമ്മൾ ഓവർസീസ് കടൽ കടന്ന് നമ്മൾ ഒന്നും തന്നെ നമ്മൾ ചെയ്യാറില്ല. നോർമലി കമ്പനി എക്സ്പോർട്ട്സ് ദ സെയിം പ്രോഡക്റ്റ് വിച്ച് ഈസ് ബീയിങ് മാർക്കറ്റഡ് ഇൻ ദി ഹോം മാർക്കറ്റ്. ഹോം മാർക്കറ്റിൽ നമ്മൾ എന്താണോ സെയിൽ ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോറിൻ കൺട്രീസിലേക്ക് സെയിലിനായിട്ട് നമ്മൾ കയറ്റി അയക്കുന്നത്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പല കമ്പനീസും സെലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കുമ്പോൾ പലരും ഓപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിനായിട്ട് അവർ ഹോം മാർക്കറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺട്രി തന്നെയാണ് അവർ പ്രൊഡക്ഷൻ ബേസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ മെയിനായിട്ട് നടക്കുന്നത് ഒരൊറ്റ കൺട്രിയിൽ മാത്രമാണ്. സെയിൽസ് മാത്രമാണ് പല കൺട്രീസിലും അവർ നടത്തുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ സെയിൽസ് നടത്താനായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള മാർക്കറ്റിങ്ങോ പ്രൊഡക്ഷനോ ഒരു കാര്യവും നമ്മൾ ഏതിൽ ചെയ്യാറില്ല, ഓവർസീസ് കൺട്രീസ് നമ്മളൊന്നും ചെയ്യാറില്ല, എക്സെപ്റ്റ് വി ആർ എക്സ്പോർട്ടിങ് അവർ പ്രോഡക്ട്സ് ഫോർ സെയിൽ. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി എക്സ്പോർട്ടിംഗ് മേ ബി അപ്രോപ്രിയേറ്റ് അണ്ടർ ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇസ് ഹയർ ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഹോം കൺട്രിയിൽ തന്നെ പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ വൺ തിങ് ഈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലാണ് എവിടെ? മറ്റ് രാജ്യങ്ങളിൽ നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണം, അവിടെയുള്ള ലേബേഴ്സിന് നമ്മൾ പേ ചെയ്തൊക്കെ വരുമ്പോൾ വെൻ വി കമ്പയർ ഇറ്റ് വിത്ത് അവർ ഹോം കൺട്രി ഇറ്റ് ഈസ് ജനറലി ഹയർ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ദർ ഇസ് നോ ഗ്യാരണ്ടി ഓഫ് ദി മാർക്കറ്റ് അവൈലബിൾ ഫോർ ലോങ്ങർ പീരിയഡ്. പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലൊക്കെ എത്ര കാലം നമുക്ക് നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ പലരും താല്പര്യപ്പെടാറില്ല. Foreign market is characterized by production bottlenecks like infrastructural problems of material supply, labor unrest, etc. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, മെറ്റീരിയൽസ് നമുക്ക് വിചാരിച്ച പോലെ ഫ്രീ ഫ്ലോ സപ്ലൈ ഉണ്ടാവണമെന്നില്ല, അതേപോലെ തന്നെ ലേബർ ഇഷ്യൂസ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നത് കൊണ്ട് തന്നെ പലരും ഹോം കൺട്രി തന്നെയാണ് പ്രൊഡക്ഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി പൊളിറ്റിക്കൽ റിസ്ക് നമുക്ക് പറയാൻ പറ്റില്ല, അതുമുണ്ട് ഇതിനോടൊപ്പം. ദർ ആർ പൊളിറ്റിക്കൽ ആൻഡ് അതർ റിസ്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഫോറിൻ കൺട്രി. അതേപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പല രാജ്യങ്ങളും പല ഗവൺമെൻറ്റുകളും പല രാജ്യത്തിലെ ഗവൺമെൻറ്റുകളും എൻകറേജ് ചെയ്യുന്നില്ല. കാരണം അവരുടെ നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ നാട്ടിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിർത്താനായിട്ട് ചില ഗവൺമെൻറ്റ്സ് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവർ താല്പര്യപ്പെടാത്തത് കൊണ്ട്, ഒട്ടും തന്നെ എൻകറേജ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. There is excess production capacity in the domestic market or expansion or existing facility is less expensive and easier than setting up production facilities abroad. പിന്നെ മറ്റൊരു കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പാൻഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദാറ്റ് ഈസ് മച്ച് കോസ്റ്റ്ലിയർ. നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ചീപ്പറാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് ഇവിടെ തന്നെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. Okay, and then very attractive incentives are available in the country for establishing facilities for export production. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് പ്രൊഡക്ഷന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ഇത്രയും റീസൺസ് കൊണ്ടാണ് എക്സ്പോർട്ടിംഗ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ആൻഡ് നൗ വി വിൽ സീ ദ 2 ബേസിക് ഒപ്പീനിയൻസ് ഇൻ ക്യാരിങ് ഔട്ട് ഇറ്റ്സ് എക്സ്പോർട്ട് ഓപ്പറേഷൻസ്.
അപ്പോൾ അതിൽ മെയിനായിട്ട് രണ്ട് ഒപ്പീനിയനാണ് വരുന്നത്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് ആൻഡ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നോക്കാം. രണ്ട് ഒപ്പീനിയനാണ് വരുന്നത്. ഒരു ഓർഗനൈസേഷന് ഒന്നെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് തിരഞ്ഞെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിങ് തിരഞ്ഞെടുക്കാം. Indirect exporting, when a firm delegates the task of selling goods abroad to an outside agency, it is called indirect exporting. Markets can be contacted through a domestically located middleman. The most common types of middlemen are merchant exporter, export house, trading house and buying house of overseas firms located in the manufacturer's country. സോ ഇവിടെ എന്തുകൊണ്ടാണ് പലരും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ചില ഏജൻസീസ് ഉണ്ട്, ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇവർ എന്താ പറയുക, മിഡിൽ മെന്നായിട്ട് വർക്ക് ചെയ്യുകയാണ്. മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റായിട്ട് സാധനങ്ങൾ എടുക്കുക, അവരെന്ത് ചെയ്യുക, ഇവരാണ് മാർക്കറ്റ് ചെയ്യുന്നത്, ഇവരാണ് സെയിൽ ചെയ്യുന്നത്. നമുക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ താല്പര്യം, നമുക്ക് എന്ന് പറയുന്നത് ദ പാരൻറ്റ് കമ്പനി, ഓക്കെ, ദ ബേസിക് പ്രൊഡക്ഷൻ കമ്പനി, മാനുഫാക്ചറിങ് കമ്പനി. ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് മറ്റ് രാജ്യങ്ങളിൽ മാർക്കറ്റിംഗ് ചെയ്യാനോ അവിടുത്തെ മാക്സിമം നമുക്കുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്നത്, അവിടുത്തെ ഡിമാൻഡ് എന്തൊക്കെയാണ്, ഇതിനൊന്നും നമുക്ക് നോക്കാൻ അതിൻ്റേതായ ആൾക്കാരില്ല, നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരിനെ ഏൽപ്പിക്കാം, ഈ ഏജൻസിനെ ഏൽപ്പിക്കാം. ഈ ഏജൻസിനെ പറയുന്ന വെരി കോമൺ ആയിട്ട് പറയുന്ന പേരുകളാണ് മെർച്ചൻ്റ് എക്സ്പോർട്ടർ, എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ് ആൻഡ് ബൈയിങ് ഹൗസ് ഓഫ് ഓവർസീസ് ഫേംസ്. ഓക്കെ, അപ്പോൾ ഇവർ പ്രോഡക്റ്റ് മേടിക്കുക, ഇവരാണ് സെയിൽ ചെയ്യുന്നത്, നമുക്ക് പൈസ കിട്ടും, നമ്മൾ മറ്റൊരു കാര്യവും നമ്മൾ അറിയേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ചെറിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇൻഡയറക്റ്റിങ് നമ്മൾ കമ്പനി മറ്റു പലരിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ നമ്മൾ ഒരാളെയും ആശ്രയിക്കുന്നില്ല, നമ്മൾ തന്നെയാണ് A to Z കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, when a manufacturing firm itself performs the task of selling goods abroad rather than entrusting it to any outside agency is called direct exporting. ഒരു ഏജൻസിനെയും ഒരു ഔട്ട്സൈഡറിനെയും നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. വാട്ട് വി ആർ ഡൂയിങ് ഇസ്, നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെയാണ്, ദറ്റ് ഈസ് ദ മാനുഫാക്ചറിങ് കൺസേൺ തന്നെയാണ് ഈസ് റെഡിലി ഗെറ്റിംഗ് പ്ലാൻ ടു എക്സ്പോർട്ട്. അവർ തന്നെയാണ് അതിൻ്റെ എല്ലാ ഇനിഷ്യേറ്റീവ്സും എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ സ്റ്റെപ്സും ചെയ്ത് തീർക്കുന്നത്. അവർ തന്നെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, അവർ തന്നെയാണ് അതിൻ്റെ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അവർ തന്നെയാണ് ബെയർ ചെയ്യുന്നത്. ദേ ആർ നോട്ട് ഇൻവോൾവിങ് എനി ഔട്ട്സൈഡർ ടു ദിസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡയറക്റ്റ് എക്സ്പോർട്ടർ. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി എല്ലാ കമ്പനീസും സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. വെൻ ഡു ദേ പ്ലാൻ ഫോർ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്. സോ അതിൽ വരുന്ന രണ്ട് ഒപ്പീനിയനാണ് ഇൻഡയറക്റ്റും ഡയറക്റ്റും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പാരൻറ്റ് കമ്പനി അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതിൻ്റെ ലീഗൽ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ, ദേ ആർ എൻട്രസ്റ്റിംഗ് എ തേർഡ് പാർട്ടി ഓർ ആൻ ഏജൻസി. അവരുടെ അടുത്താണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ദ പാരൻറ്റ് കമ്പനി ഇറ്റ് സെൽഫ്, ദ മാനുഫാക്ചറിങ് കൺസേൺ ഇറ്റ് സെൽഫ് does all the procedures and they do enter the international markets directly without and help of the outsider agents. ഇവരുടെ ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെയാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്.
ഓക്കെ, ദി സെക്കൻഡ് മെയിൻ പോയിന്റ്. ഇനി രണ്ടാമത്തെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലൈസൻസിങ് ആണ്. അപ്പോൾ ഒരു കമ്പനി എക്സ്പോർട്ടിംഗ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനി ലൈസൻസിങ് ആണ്. നൗ വിൽ സീ വാട്ട് ഇറ്റ് ഈസ്. അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ കമ്പനി, അതായത് ലൈസൻസർ, gives license to a foreign company licensee to manufacture the company's product for sale in that foreign country and sometimes in other specified markets also. അതായത് കമ്പനിയും ലൈസൻസറും ലൈസൻസിയും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ലൈസൻസർ പെർമിഷൻ കൊടുക്കുകയാണ് ലൈസൻസിക്ക് എന്ത്, അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് തന്നെ ഇവിടെയും മാനുഫാക്ചർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതിനുള്ള ഒരു പെർമിഷനാണ് ലൈസൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒന്നെങ്കിൽ ആ രാജ്യത്തിൽ സെയിൽസിനും മറ്റ് പല മാർക്കറ്റ്സും മറ്റ് പല രാജ്യങ്ങളിലത്തെ മാർക്കറ്റ്സും ചിലപ്പോൾ അവർ ഇതിനോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതായത് ഈ ഒരു കൺട്രീനെ റിലേറ്റ് ചെയ്ത് അതർ കൺട്രീസ്, ചെറിയ കൺട്രീസുകൾ അതിനടുത്ത് ചുറ്റുപാടും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കൺട്രീസിലേക്കുള്ള ഒരു സെയിൽസും ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനായിട്ടുള്ള ലൈസൻസിങ് ആണ് ലൈസൻസർ ലൈസൻസിക്ക് കൊടുക്കുന്നത്. ഓക്കെ, licensing enables a company to gain market presence overseas without equity investment. The local company or the licensee gains a right to commercially exploit the patent or trademark either on an exclusive or unrestricted basis. A manufacturer should consider licensing when capital is scarce, import restrictions discourage direct entry, the country is sensitive to foreign ownership. അതായത് എപ്പോഴാണ് ലൈസൻസിങ്ങിനെ കുറിച്ചിട്ട് ഒരു കമ്പനി ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. എപ്പോഴാണോ ആ കമ്പനിക്ക് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ, അപ്പോൾ അവർക്ക് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള അത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ കയ്യിലില്ല. അപ്പോൾ വെൻ ദേ ഹാവ് ക്യാപിറ്റൽ അറ്റ് സ്കാസ്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ. സെക്കൻഡ് തിങ് ഇസ്, പല രാജ്യങ്ങളും ദാറ്റ് ഈസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഡയറക്റ്റ്ലി എൻട്രി നടത്താനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് തേർഡ് വൺ ഇസ് ദ കൺട്രി ഈസ് സെൻസിറ്റീവ് ടു ഫോറിൻ ഓണർഷിപ്പ്, ഫോറിൻ ഓണർഷിപ്പും താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ലൈസൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കമ്പനി ഗിവ്സ് ദി ലൈസൻസ് ടു ദി ലൈസൻസി ടു മാനുഫാക്ചർ ദ ഗുഡ്സ്. ഓക്കെ, ഇനി അതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പീലിംഗ് ടു സ്മോൾ കമ്പനീസ് ദാറ്റ് ലാക്ക് റിസോഴ്സസ്, faster access to the market, rapid penetration to the global markets. Disadvantages എന്ന് പറയുന്നത് entry mode choices may be affected, licensee may not be committed, lack of enthusiasm on the part of a licensee may become a future competitor. അതായത് ചിലപ്പോൾ എന്താ പറയുക, ലൈസൻസറിൻ്റെ അടുത്ത് അത്രയും കമ്മിറ്റഡായിട്ട് നിൽക്കണം എന്നില്ല ആര്, ദ ലൈസൻസി. ഓക്കെ, അവർക്ക് അവരെ പെർമിഷൻ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്യൂസ് ചെയ്യാനും സാധ്യതകളുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ പല കമ്പനീസും ലൈസൻസിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവർക്ക് മറ്റൊരു കൺട്രിയിലേക്ക് അത്രയും റെസ്ട്രിക്ഷൻസ് ആണ്, പക്ഷെ അവിടെ ഡിമാൻഡ് കൂടുതലാണെന്നുള്ളത് അവർ സർവേയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇത്തരത്തിലുള്ള ലൈസൻസിങ്ങിന് താല്പര്യപ്പെടാറുണ്ട്. അല്ലാതെ പല ഇഷ്യൂസും അതിൽ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട് പലരും ഇന്ന് ലൈസൻസിങ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഇസ് അബൌട്ട് ഫ്രാഞ്ചൈസിങ്, വെരി കോമൺ ടേം. Franchising is a special form of licensing in which a parent company എന്ന് പറയുന്ന പേരാണ് franchisor, grants another independent company, അതായത് franchisee, the right to do business in a prescribed manner. ഫ്രാഞ്ചൈസർ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ബിസിനസ് നടത്താനായിട്ട് ഫ്രാഞ്ചൈസിക്ക് കൊടുക്കുന്ന ലൈസൻസാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. In this arrangement, the franchisor makes a total marketing program, അതായത് brand name, logo and the method of operation available to its franchisee. അപ്പോൾ
അപ്പോൾ ഫ്രാഞ്ചൈസിക്ക് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. കമ്പനിയുടെ ദാറ്റ് ഈസ് പ്രോഡക്റ്റിൻ്റെ പേരോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഗോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് യൂസ് ചെയ്യാം. യൂഷ്വലി the franchisee agreement is more comprehensive than a regular licensing agreement in as much as the total operation of the franchisee is prescribed. പല കമ്പനികളും ഫ്രാഞ്ചൈസിങ് ഇത് സക്സസ്ഫുള്ളി ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പല സ്ഥലങ്ങളിലും അതിൻ്റേതായ പ്രശ്നങ്ങളും കംപ്ലയിൻസും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബർഗർ കിങ് വെരി ഫേമസ് ആണ് അല്ലേ? സ്ഥിരം ആളുകളിൽ പോയി നടക്കുന്നവർക്ക് നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു പേരാണ് ബർഗർ കിങ് എന്ന് പറയുന്നത്. സോ ഇവരൊക്കെ ഫ്രാഞ്ചൈസി എടുത്തേക്കുന്നതാണ്, പെർമിഷൻ കൊടുത്തേക്കുന്നതാണ്. സോ US എല്ലാം സെയിം നെയിം തന്നെയാണ്, അവിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ മോഡലിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെയും അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പേരിലാണ് ഇവർ സാധനങ്ങൾ മെക്ഡൊണാൾഡ്സ്. ഓക്കെ, സോ അപ്പോൾ ഇതിൽ നമുക്ക് ബർഗർ കിങ്, മെക്ഡൊണാൾഡ്സ് ആൻഡ് അതർ US ഫാസ്റ്റ് ചെയിൻസ് വിത്ത് ഓപ്പറേഷൻസ് ഇൻ ലാറ്റിൻ അമേരിക്ക, ഇന്ത്യ ആൻഡ് യൂറോപ്യൻ കൺട്രീസ് ആർ ഗുഡ് എക്സാമ്പിൾസ് ഓഫ് സച്ച് ഫേംസ്. സോ നമുക്കറിയാം മെക്ഡൊണാൾഡ്സ് ഇതൊക്കെ നമ്മൾ വളരെ കേട്ടിട്ടുള്ള ഒരു ഫേംസാണ് അല്ലേ? ബർഗർ കിങ്, അതേപോലെ തന്നെ സ്റ്റാർബക്കേഴ്സ്, ഇതൊക്കെ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഫേംസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ് കൊക്കോകോള, പെപ്സി. ഇതും നമ്മൾ കുറേ കാലം മുമ്പ് മുതലേ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ആൻഡ് ദെൻ we'll see about wholly owned subsidiary. Fourth point is wholly owned subsidiary. അപ്പോൾ ഇതിൽ വരുന്നത് under this type of entry mode the company wholly owns a business in foreign markets from production to ultimate selling. Every business function takes place in a foreign nation. Basically, there are two ways to establish subsidiary in foreign market. First is by acquiring an established local company in foreign nations and then to manufacture its own products in that company. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹോളി ഓൺ ചെയ്യുന്നത് ഫോറിൻ കമ്പനീസ് തന്നെയാണ്, ഫോറിൻ മാർക്കറ്റ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ലോക്കൽ കമ്പനീനെ അക്വയർ ചെയ്യാണ്. എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോക്കൽ കമ്പനീനെ, ഫോറിൻ കൺട്രിയിലുള്ള ഒരു ലോക്കൽ കമ്പനീനെ അക്വയർ ചെയ്തുകൊണ്ട് അവരെന്ത് പറയാണ്, then they are giving the permission to manufacture its own products. അവരുടേതായ പ്രോഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അവർ ആ കമ്പനി ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ്. The other is by setting up a whole new operation in foreign nation. This is called greenfield venture. മറ്റൊരു രീതി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ കമ്പനിയുടെ ആൾക്കാർ തന്നെ വന്നിട്ടാണ് അവിടെ ഒരു ഫോറിൻ കൺട്രിയിൽ അവർ ഈ കമ്പനി അവിടെ വന്ന് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്, ഓൾറെഡി അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീനെ അങ്ങനെ തന്നെ അക്വയർ ചെയ്യാണ്. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ A to Z അതിൻ്റെ പ്ലോട്ട് മേടിച്ച് അതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് വന്ന് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഓപ്ഷന് നമ്മൾ പറയുന്നത് ഗ്രീൻ ഫീൽഡാണ്. നമ്മൾ അതിലേക്ക് ഒരു പോയിൻ്റായിട്ട് വരുന്നുണ്ട്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് ഈസ് ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു പേരാണ്. ഹീറോ ഹോണ്ട, സോണി എറിക്സൺ, മാരുതി സുസുക്കി. ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഓരോ വാലുകൾ കട്ടായി പോകും. വൈ ഇറ്റ് ഈസ്, ഇപ്പോൾ ഫോറിൻ കമ്പനീസ് നമ്മൾ കൊണ്ടുവരുന്നത് സുസുക്കി ജപ്പാൻ കമ്പനി കൊണ്ടുവരാനായിട്ടുള്ള റീസൺ എന്താണ്? ഇറ്റ് ഈസ് അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സുസുക്കിക്ക് 2 വീലേഴ്സും ഉണ്ട്, 2 വീലേഴ്സ് ഉണ്ട്, 4 വീലേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ അവിടെ 4 വീലേഴ്സാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. സുസുക്കിയുടെ പല വണ്ടികളും 2 വീലർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവർ 4 വീലേഴ്സ് തന്നെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മാരുതി സുസുക്കി എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 4 വീലേഴ്സാണ്. ഓക്കെ, സോ
ഇതിലെ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ താല്പര്യപ്പെടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. സോ അവരുടെ പേര് വളരെ ഫേമസ് ആയിരിക്കും. സോ അവർ ഇവിടെ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു ഫോറിൻ കൺട്രിയിൽ വന്നിട്ട് അവർ എന്ത് ചെയ്യാണ്, അവർ വേറൊരു ഗ്രൂപ്പിനെയും അവരുടെ കൂടെ ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ഈ ജോയിൻ ചെയ്ത കമ്പനി അവിടെ നിന്ന് മാറിപ്പോകും. ഓക്കെ, സോ നൗ ദേ ആർ ഏബിൾ ടു സ്റ്റാൻഡ് ഓൺ ദെയർ ലെഗ്സ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ജോയിൻറ്റ് വെഞ്ചർ അവർ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ പേരും അവരുടെ പ്രതാപത്തിലും കൂടി നമുക്ക് നമ്മുടെ ബിസിനസ് എൻറ്റിറ്റി ഓപ്പൺ ചെയ്യാനായിട്ടുള്ളതാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. When two or more persons come together to form a partnership for the purpose of carrying out a project. ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. പ്രൊജക്റ്റ് വൺസ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് എ ജോയിൻറ്റ് വെഞ്ചർ. In this scenario, both parties are equally invested in the project in terms of money, effort, time to build on the original concept. While joint ventures are generally small projects, major corporations use this method to diversify. Major corporations joint ventures start ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സോ വൺ ബിസിനസ് മേ റീച്ച് ഇറ്റ്സ് മെച്യൂരിറ്റി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറൊരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് മേജർ കോർപ്പറേഷൻ കമ്പനീസൊക്കെ ചെയ്യുന്നത്. സാധാരണ ജോയിൻറ്റ് വെഞ്ചർ സ്മോൾ കമ്പനീസാണ്. അപ്പോൾ അത് വരുമ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. കോർപ്പറേഷൻ എൻറ്റിറ്റിയൊക്കെ വരുന്ന സമയത്ത് ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിലെ ജോയിൻറ്റ് വെഞ്ചറിലെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ് ലാർജ് ക്യാപിറ്റൽ ഫണ്ട്സ് suitable for major projects also, spread the risk between two parties. അങ്ങനെ കുറേ ഗുണങ്ങൾ അതിൽ വരുന്നുണ്ട്. Now we will see what are the disadvantages. They result dispute between, എപ്പോഴും എന്താ പറയുക, നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ കുറച്ച് നാളൊക്കെ വളരെ ഹാപ്പി ആയിട്ടൊക്കെ പോവും. കുറച്ച് കഴിയുമ്പോഴേക്കും പലപ്പോഴും എന്തെങ്കിലും കംപ്ലയിൻസോ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ ഇതൊക്കെ വരാനായിട്ട്, ഡിസ്പ്യൂട്ട്സ്, കോൺഫ്ലിക്ട്സ് ഇതൊക്കെ വരാനായിട്ടുള്ള പല ചാൻസസും കൂടുതലാണ്. സിംഗിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാം തലയ്ക്കെടുത്ത് വയ്ക്കാം. അപ്പം നമ്മളിതിൽ പറയുന്നൊരു കാര്യം, 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് ഷെയർ ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും അത് പ്രോബ്ലംസാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് സ്പീഡപ്പ് ആവാനുള്ള സാധ്യതകളില്ല. കാരണം 2 പാർട്ടി ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും 2 പാർട്ടിയും സ്റ്റഡി ചെയ്ത് ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കും ഡിസിഷൻ മേക്കിംഗ് പലപ്പോഴും സ്ലോ ഡൗൺ ആവാറുണ്ട്. And then possibility of collapse of a joint venture is more due to entry of competitors. ഇന്ന് ഏതിനും കോമ്പറ്റീറ്റേഴ്സ് മുന്നിൽ വന്ന് നിൽക്കല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോഴേക്കും ആൾക്കാർ അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുന്നിൽ നിൽക്കണ്ടാവും. സോ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോഴേക്കും മാർക്കറ്റ് അവർ കൈയടക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പല സിറ്റുവേഷൻസും നമ്മൾ ഫേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് എന്താ പറയുക, വളരെ ആഘോഷമായിട്ട് നമ്മൾ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇവിടെ അതിൻ്റെ അവസാനമായിട്ടുണ്ടാവും. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ട് ജോയിൻറ്റ് വെഞ്ചറിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. സ്മോൾ പ്രൊജക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂസും ഇല്ലാതെ വളരെ സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ മേജർ കോർപ്പറേഷൻ പറയുന്ന വലിയ ഗ്രൂപ്പുകളൊക്കെ വരുന്ന സമയത്താണ് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. Now we will see about the 6th point, foreign direct investment, which is most familiar. Okay, it involves a company entering an overseas market by making a substantial investment in the country. Some of the modes of entry into international business using the foreign direct investment strategy includes managers and acquisitions, joint ventures and greenfield investments. അപ്പോൾ ഇവരെല്ലാവരും കൂടി വരുന്ന ഒരു കാര്യമാണ് ഏതിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം മറ്റൊരു കമ്പനി ഇവിടെ വേറൊരു രാജ്യത്തിൽ വന്നിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് ജോയിൻറ്റ് വെഞ്ചർ വരാം, അതേപോലെ തന്നെ മെർജറുകൾ വരാം, അക്വിസിഷൻ വരാം, ഗ്രീൻഫീൽഡ് വരാം, എല്ലാവരും ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ഈസിലി മനസ്സിലാവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. 7th one is about
Greenfield investments. Greenfield investments, it is a form of foreign direct investment where a parent company starts a new venture in a foreign country by constructing new building or new operational facilities from the ground to the top. Okay, അപ്പം ഒരു പുതിയ മറ്റ് രാജ്യത്തു നിന്ന് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നിട്ടാണ് അവരൊരു പുതിയ ബിസിനസ് തന്നെ അവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ചെയ്യുമ്പോൾ അവർ ദ പാരൻറ്റ് കമ്പനീസ് എല്ലാ കാര്യങ്ങളും A to Z തൊട്ട് ചെയ്യേണ്ടി വരും. ദേ ഹാവ് ടു അക്വയർ ദ പ്ലോട്ട്, ദേ ഹാവ് ടു ഗോ ത്രൂ ദി ബിൽഡിംഗ് പ്ലാൻ, all regarding the rules and regulations, everything, and then they have to build upon the building, they have to make all those arrangements. ബാക്കി എല്ലാ ആ ഒരു അണ്ടർടേക്കിംഗ്, ആ ഒരു കമ്പനി റണ്ണിങ്ങിലേക്ക് എത്താനായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. Okay, developing countries often offer prospective companies like tax breaks, subsidies and other types of incentives to set up greenfield investments. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കൊക്കക്കോള, മെക്ഡൊണാൾഡ്സ്, സ്റ്റാർബക്സ്, ഇതൊക്കെ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിൻ്റെ US-ൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇതൊന്നും ഇന്ത്യൻ കമ്പനീസ് അല്ല. ദേ ആർ ഫോറിൻ കമ്പനീസ് ദാറ്റ് ഓഫ് US ബേസ്ഡ് ആണ്. ഇവർ തന്നെയാണ് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദേ ക്യാൻ മെയിൻറ്റെയിൻ ദി ക്വാളിറ്റി, ദ സെയിം ക്വാളിറ്റി വിച്ച് പ്രിവെയിൽസ് ഇൻ ദ US. അവർ പാരൻറ്റ് കമ്പനി എവിടെയാണോ, ഡൊമസ്റ്റിക് കൺട്രി എവിടെയാണോ അവിടെ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനാണ്. കാരണം ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മിസ്യൂസ് ചെയ്താലോ, കമ്പനിക്ക് മോശപ്പേര് വന്നാലോ, ഇവിടെ നമ്മൾ മെയിനായിട്ട് അതിനൊന്നും വഴി കൊടുക്കുന്നില്ല. കാരണം അവർ തന്നെയാണ് ഇവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു കോംപ്രമൈസ് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്താ സംഭവം എന്നുള്ളത്. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ്സ് building completely new business through a business plan developed by the parent company. ഓക്കെ, സോ അവർ തന്നെയാണ്, പാരൻറ്റ് കമ്പനി തന്നെയാണ് എല്ലാ ഇനിഷ്യേറ്റീവ്സും എടുത്ത് അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ നോക്കിയിട്ട് അവർ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു രീതിയാണ് ഇതിൽ വരുന്നത് അക്വസിഷൻ എന്ന് പറയുന്നത്. അക്വസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് മെർജർ ഓർ അക്വസിഷൻ ഇൻ ഫോറിൻ കൺട്രി വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ഫേം. ഒന്നെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റിംഗ് ഫേമിന്, വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു ഫേമിന്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമിന് അങ്ങനെ തന്നെ മെർജ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അക്വയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയാണ് നമുക്ക് അക്വസിഷനിൽ വരുന്നത്. സോ ഇതിനെ പറ്റിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിൽ തന്നിട്ടുള്ളത് സിമെക്സ് റൈസ്. സിമെക്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ പ്രൊഡ്യൂസേഴ്സ്. മറ്റേ സിമെൻറ്റ് റെഡിമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ കണ്ടതാണ് വാട്സാപ്പിൽ, ഐ തിങ്ക് ഡേ ബിഫോർ, ഒരു ദിവസം മുമ്പാണ്ടാണ് ഞാൻ വാട്സാപ്പിൽ കണ്ടത്. ഇറ്റ് ഈസ് ഒരു 10 നില കെട്ടിടം പണിയാനായിട്ട്, 10 നിലയുള്ള ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ എത്ര വർഷം എടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ചുരുങ്ങിയതൊരു 3 to 5 years എടുക്കില്ലേ മിനിമം? ഓക്കെ, ഒരു ദിവസം കൊണ്ട് 10 നില കെട്ടിടം പണി തീർത്ത സ്ഥലങ്ങളാണ്. സോ ദാറ്റ് ഈസ് ദേ ആർ മേക്കിംഗ് തിങ്സ് ഈസി ആൻഡ് പോസിബിൾ. എത്ര വർഷത്തെ
ലേബറാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. എത്ര വർഷത്തെ കാര്യം ഇത്, ഒരു ദിവസം കൊണ്ടാണ്, വിത്തിൻ 24 hours 10 നില പണി കഴിയുന്നത്. എവറിത്തിങ് ഓരോ ഫ്ലോറും കൊണ്ടുവന്ന് അങ്ങനെ ഫിക്സ് ചെയ്യണം, വൺ ആഫ്റ്റർ ദി അനദർ. എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ദേ ആർ ഫിക്സിങ് ഇറ്റ് ഓൺ, റെഡിലി അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നത് അധികം വർഷങ്ങളായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഈ റെഡിമിക്സ് എന്ന് പറയുന്ന സംഭവം തന്നെ വന്നു തുടങ്ങിയിട്ട്. കോൺക്രീറ്റിംഗ് റെഡിമിക്സ്. പണ്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ യത്നമാണ്. ഇന്ന് ഒരു വിത്തിൻ 1 hour നമുക്ക് ചിലപ്പോൾ 2-3 ഫ്ലോറുകൾ നമുക്ക് കോൺക്രീറ്റിംഗ് കഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കോൺക്രീറ്റിംഗ് സെക്ഷനും വളരെ ഈസിലി, ബിക്കോസ് റെഡിമിക്സ് ഇസ് അവൈലബിൾ. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദാറ്റ് ഈസ് എന്താ പറയുക, ഈ സിമെക്സ് പോലത്തെ കമ്പനീസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസാണ് ഈ കാര്യങ്ങളും നമുക്ക് ഈ റെഡിമിക്സും കാര്യങ്ങളും സപ്ലൈ ചെയ്യുന്നത്. ദ വൺ തിങ് ഈസ് ഇതിൻ്റെ റോളിംഗ് എന്ന് പറയുന്ന സംഭവം നിൽക്കാൻ പാടില്ല. റോളിംഗ് എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ എന്താവും, സിമെൻറ്റും ഈ മെറ്റലും അതേപോലെ തന്നെ എംസാൻഡും കാര്യങ്ങളൊക്കെ അവിടെ കട്ട പിടിച്ചു പോകും. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റ്ലി വാഷിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ റോളിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വൺസ് വി പുട്ട് ദി ഇൻപുട്സ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ആ ഇൻപുട്ടുകൾ കഴിയുന്നവരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവം റോൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സിമെക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഫീൽഡിൻ്റെ ഭാഗം തന്നെയാണ്. അവർ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസിനും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനീസിനും മെർജ് ചെയ്തിട്ടുണ്ട്. പലരിനും അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ബില്യൺസ് ആൻഡ് ബില്യൺസ് ആണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, US കമ്പനി തന്നെയാണ്. Now we will see what are the pros and cons of the greenfield. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, it can build a subsidiary it wants established to operating routines. It will have its own new strategic plans, technical assets, everything. അതേപോലെ തന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. സ്ലോ ടു എസ്റ്റാബ്ലിഷ്. നമുക്കിത് അത്ര എളുപ്പം നമുക്കിത് മറ്റ് രാജ്യത്ത് വന്നിട്ട് ഒരു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി. സെക്കൻഡ് തിങ് ഈസ് റിസ്ക് ആണ്. കാരണം ട്രാക്ക് റെക്കോർഡ് നോക്കി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ കൺട്രീസും അതിൻ്റേതായ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് വി കനോട്ട് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ. Competition will be difficult to overcome. Political instability can make adverse effect on greenfield investment. Now we will see about the ഗ്രീൻഫീൽഡിനെ കുറിച്ചിട്ടും അക്വിസിഷനെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സെയിം തിങ്സ് തന്നെയാണ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ദ ലാസ്റ്റ് പോയിൻറ്റ് സ്ട്രാറ്റജിക് അലയൻസിലേക്ക് മൂവ് ചെയ്യാം. സ്ട്രാറ്റജിക് അലയൻസിൽ വരുന്നത് 2 firms pool their resources directly in a collaboration that goes beyond the limits of a joint venture. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പ് പോലെയാണ് വരുന്നത്. അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈക്വലി നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഇറ്റ് ഗോസ് ബിയോണ്ട് ദി ജോയിൻറ്റ് വെഞ്ചർ. ദാറ്റ് ഈസ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ മറ്റ് രാജ്യത്തിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ വി ആർ പൂളിങ് ഇറ്റ് ടുഗെദർ. In an alliance, partners bring a particular skill or resource, usually one that is complementary to each other. By joining forces, both are expected to profit from each other's experience. So, Apple എന്ന് പറയുന്നത് collaborated ആയിട്ടുള്ള second largest credit card provider in the world. That is MasterCard, to gain credibility in the merchant services and processing arena. അതേപോലെ സ്റ്റാർബക്സ് എന്ന് പറയുന്നത് പാർട്ട്നേർഡ് വിത്ത് ബാർണേഴ്സ് ആൻഡ് നോബിൾസ് ബുക്ക് സ്റ്റോഴ്സ് ടു ഓഫർ ഇൻ ഹൗസ് കോഫി ഷോപ്സ്. അപ്പോൾ അങ്ങനെ പല കമ്പനീസും ഇന്ന് മെർജ് ചെയ്ത് അതല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്തൊക്കെയാണോ അത് കൊണ്ടുവന്ന് അവർ ജോയിൻ ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് സ്ട്രാറ്റജിക് അലയൻസിൽ വരുന്നത്. ഓക്കെ, ഇനി
strategic alliances which enable companies to increase resource productivity and profitability by avoiding unnecessary fragmentation of resources and duplication of investment and effort. Already നമുക്ക് റിസോഴ്സസും കാര്യങ്ങളുണ്ട്, വീണ്ടും അതേപോലത്തെ സാധനങ്ങൾ തന്നെ കൊണ്ടുവരാതെ മാക്സിമം ഉള്ളത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് രണ്ടുപേരും ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതും കൂടി ശ്രദ്ധിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സ്ട്രാറ്റജിക് അലയൻസിൽ നമുക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ബിസിനസ് എൻട്രി സ്ട്രാറ്റജിയിൽ ഒരു ഓർഗനൈസേഷന് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം അക്കോർഡിംഗ് ടു ദെയർ പ്ലാൻ ഓഫ് എക്സ്പാൻഷൻ, അക്കോർഡിംഗ് ടു ദെയർ പ്ലാൻ മോഡ് അവർക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും തുടങ്ങാവുന്നതാണ്. നല്ല ഒരു പ്ലേസ് ഉണ്ട്, നമുക്ക് ബിസിനസ് എന്താ പറയുക ഡിമാൻഡ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. വേറെ ഒരാളെയും അവർക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ അവർക്ക് എന്ത് ചെയ്യാം, ഇനി പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലൈസൻസിങ് ചൂസ് ചെയ്യാം, ഫ്രാഞ്ചൈസിങ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ അക്കോർഡിംഗ് ടു ദ എക്സ്പാൻഷൻ method opted by the organization, they can select any business entry strategy. Okay, so this is all about for today's class. Next class we'll see about the global strategic partnership എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ബിസിനസ് അലയൻസസ്, റീസൺസ് ഫോർ സ്ട്രാറ്റജിക് ഗ്ലോബൽ ബിസിനസ് അലയൻസസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസിഷൻസ് ഓഫ് എൻട്രി മോഡ്സ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സീ യു, താങ്ക് യു.